ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദ ലാബ് ബൈ ഷ്യാമിലി. ഇന്ന് നമ്മൾ സ്കിൻ ടൈപ്സിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് കേട്ടോ. ആദ്യം തന്നെ ഈ സ്കിൻ ടൈപ്പും സ്കിൻ കണ്ടീഷൻസും തമ്മിലുള്ള വ്യത്യാസം പലർക്കും അറിയില്ല. അതാദ്യം എന്താണെന്ന് നോക്കാം. പിന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് നമ്മുടെ സ്കിൻ ടൈപ്പ് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം, എങ്ങനെ കറക്റ്റായിട്ടുള്ള സ്കിൻ കെയർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, അത് മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെ കറക്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഇനി സ്റ്റാർട്ട് ചെയ്തവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ റീസെൻ്റ് ആയിട്ടൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്തത്, അപ്പം പക്ഷേ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് പറ്റിപ്പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കോമൺ ആയിട്ടുള്ള കുറച്ച് മിസ്റ്റേക്സുകളും മിസ്കോൺസെപ്ഷൻസും ഒക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടേതായിട്ടൊന്ന് കമ്പയർ ചെയ്തൊക്കെ നോക്കി നോക്ക്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ സ്കിൻ കെയറിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുകയാണെങ്കിൽ നല്ലതല്ലേ. അപ്പം സാധിക്കട്ടെ. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സ്കിൻ ടൈപ്പ് എങ്ങനെ ഐഡൻറ്റിഫൈ ആണെന്ന് നോക്കുന്നതിന് മുന്നേ തന്നെ ആദ്യം പലരും കൺഫ്യൂസ് ചെയ്യുന്ന രണ്ട് ടേംസ് ഉണ്ട്: സ്കിൻ ടൈപ്പും സ്കിൻ കണ്ടീഷനും. പലപ്പോഴും ഇത് രണ്ടും ഒരേ അർത്ഥത്തിലാണ് ഉപയോഗിക്കാറുള്ളത്, പക്ഷേ ഇത് രണ്ടും ഒന്നല്ല. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ സ്കിൻ ടൈപ്പ് എന്താ നോക്കാം. സ്കിൻ ടൈപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്കിന്നിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, നാച്ചുറൽ ആയിട്ടുള്ളൊരു ബിഹേവിയർ ആണ്. അതായത് നിങ്ങളുടെ സ്കിന്ന് സാധാരണയായിട്ട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, എത്ര നാച്ചുറൽ ഓയിൽ അല്ലെങ്കിൽ എത്ര സെബം പ്രൊഡ്യൂസ് ചെയ്യുന്നു, മോയ്സ്ചർ ബാലൻസ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു, ഇതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് സ്കിൻ ടൈപ്പ് പറയുന്നത്. സാധാരണയായിട്ട് സ്കിൻ ടൈപ്സ് എന്ന് പറയുന്നത് 4 എണ്ണമാണുള്ളത്: നോർമൽ, ഡ്രൈ, ഓയിലി, കോമ്പിനേഷൻ. ഓക്കെ. പിന്നെ ഈ സ്കിൻ ടൈപ്പ് അങ്ങനെ ഒരിക്കലും മാറില്ല, അത് സ്റ്റേബിൾ ആണെന്നാണ് പറയുന്നത്. അല്ല, നമുക്ക് കേട്ടിട്ടില്ലേ? അത് പൂർണ്ണമായിട്ട് ശരിയാണെന്ന് പറയാൻ പറ്റില്ല. സ്കിൻ ടൈപ്പ് സ്റ്റേബിൾ ആണ്, പക്ഷെ ചില സാഹചര്യങ്ങൾ വരുമ്പം അത് ചേഞ്ച് ആവാം. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ചില ഹോർമോണൽ ചേഞ്ചസ്, മെഡിക്കൽ കണ്ടീഷൻസ്, മെഡിക്കേഷൻസ് എടുക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മുടെ സ്കിന്നിൻ്റെ ബിഹേവിയറിനെ ബാധിക്കാവുന്ന കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഈ ചൂടും ഹ്യൂമിഡിറ്റിയൊക്കെ കൂടുതലുള്ളൊരു സ്ഥലത്ത് ഓയിലി ആയിട്ട് നല്ലോണം ഓയിലി ആയിട്ട് ബിഹേവ് ചെയ്തിരുന്ന ഒരു സ്കിന്ന് തണുപ്പും ലോ ഹ്യൂമിഡിറ്റിയൊക്കെ ആയിട്ടുള്ളൊരു സ്ഥലത്തേക്ക് മാറിയപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഡ്രൈ ഫീലൊക്കെ വരാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. എനിക്ക് അങ്ങനെ ഒരു ഫീല് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്കിൻ ടൈപ്പ് എന്ന് പറയുന്ന സാധനം ഒരു ദിവസം കൊണ്ട് നോക്കിയിട്ട് തീരുമാനിക്കുന്ന ഒരു കാര്യമല്ല. ഓക്കെ. ഇപ്പം നിങ്ങളുടെ സ്കിന്ന് കുറച്ച് മാസങ്ങളായിട്ട് പൊതുവേ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, അതാണ് കൂടുതലായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ഷോർട്ട് ടേം ആയിട്ടുള്ള കാര്യമല്ല സ്കിൻ ടൈപ്പ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് സ്കിൻ കണ്ടീഷൻ എന്താ നോക്കാം. സ്കിൻ കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ സമയത്ത് നിങ്ങളുടെ സ്കിന്നിൻ്റെ നിലവിലത്തെ ഒരവസ്ഥ, അതാണ് സ്കിൻ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പം ആക്നെ, സെൻസിറ്റിവിറ്റി, റെഡ്നെസ് അല്ലെങ്കിൽ പിഗ്മെൻറ്റേഷൻ, പിന്നെ എന്താ ഡീഹൈഡ്രേഷൻ, ഇതൊക്കെ സ്കിൻ കണ്ടീഷൻസ് ആണ്. സ്കിൻ കണ്ടീഷൻ മാറണത് വളരെ സാധാരണ ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അതും ഹോർമോൺസ്, വെതർ, സ്ട്രെസ്സ്, പിന്നെ നമ്മുടെ സ്ലീപ്പ് സൈക്കിൾ ശരിയല്ലെങ്കിൽ, ഡയറ്റ് കറക്റ്റ് അല്ലെങ്കിൽ, ചില മെഡിക്കേഷൻസ് എടുക്കുമ്പോൾ സ്കിൻ കെയർ റൊട്ടീൻ ശരിയല്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഒരു ദിവസം ചെയ്യാതിരുന്നെങ്കിൽ, പിന്നെന്താ പുതിയൊരു സാധനം പരീക്ഷിച്ച് കഴിയുമ്പോൾ ഇതൊക്കെ ഈ സ്കിൻ കണ്ടീഷനെ എഫക്റ്റ് ചെയ്യും. ഓക്കെ. സ്കിൻ കണ്ടീഷൻ എന്ന് പറയുന്നത് സമയം മാറിക്കൊണ്ടിരിക്കുന്ന അനുസരിച്ചിട്ട് ഇങ്ങനെ മാറും. അതായത് സമയം മീൻസ് ഒരു പർട്ടിക്കുലർ സാഹചര്യം അനുസരിച്ചിട്ട് മാറുന്ന കാര്യമാണ്. ഓക്കെ. ഇനി ഈ ഡിഫറൻസ് മനസ്സിലാക്കുന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ് ശരിക്കും? സ്കിൻ കെയർ പ്രൊഡക്ട്സ് നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് സ്കിൻ ടൈപ്പ് മാത്രം നോക്കിയിട്ടുണ്ടെങ്കിൽ പണി പാളും. സ്കിൻ കണ്ടീഷനും കൂടെ നോക്കണം. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പം രണ്ടുപേർക്കും ഓയിലി സ്കിന്നാണ്, പക്ഷെ ഒരാൾക്ക് ആക്നെ ഉണ്ടായിരിക്കും, മറ്റേ ആളുടെ ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള സ്കിന്നായിരിക്കും, അതായത് ജലാംശം കുറവായിരിക്കും. സ്കിൻ ടൈപ്പ് ഒരുപോലെ ആണെങ്കിലും അവരുടെ സ്കിന്നിൻ്റെ കറൻറ്റ് നീഡ്സ് എന്ന് പറയുന്ന കാര്യം, ആ ഒരു ആവശ്യം ഒരുപോലെ ആയിരിക്കണം എന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സ്കിൻ കെയറിൻ്റെ റൊട്ടീനും ആ പ്രൊഡക്ട്സും രണ്ടുപേർക്കും രണ്ടായിരിക്കും, വ്യത്യസ്തമായിരിക്കും. ഇത് മനസ്സിലാക്കാനായിട്ട് നമുക്കൊരു സിമ്പിളായിട്ടുള്ളൊരു കാര്യം കൂടെ പറയാം. ഡ്രൈ സ്കിൻ അതൊരു സ്കിൻ ടൈപ്പാണ്. അതായത് ആ സ്കിന്നിൽ നാച്ചുറലി കുറച്ച് സെബ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. എന്നാൽ ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുള്ളൊരു സ്കിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു കണ്ടീഷനാണ്, അല്ലേ? ഇവിടെ പ്രശ്നം ഓയിലല്ല. ഡീഹൈഡ്രേഷൻ എന്ന് പറയുമ്പോൾ വാട്ടറാണ്. നേരത്തെയും പറഞ്ഞു, സ്കിന്നിൽ വാട്ടർ കണ്ടൻറ്റ് കുറയുമ്പോൾ ഡീഹൈഡ്രേഷൻ ഉണ്ടാവും. അതുകൊണ്ടാണ് ഓയിലി സ്കിന്നുള്ള ഒരാൾക്കും ഈ ഡീഹൈഡ്രേഷൻ സ്കിൻ ഉണ്ടാവാനായിട്ട് കാരണമാവുന്നത്. അപ്പോൾ ചിലർ പറയും എൻ്റെ ഓയിലി സ്കിന്നാണ്, എനിക്ക് ഓക്കെയാണ്. അപ്പോൾ അവർ വിചാരിക്കും ഹൈഡ്രേഷൻ ഉണ്ട് എന്നുള്ളതാണ് വിചാരിക്കണേ. അല്ല, ഓയിലി സ്കിന്നും ഡീഹൈഡ്രേറ്റഡ് ആവാം. ഉദാഹരണത്തിന് ഓയിലി സ്കിന്നുള്ള ഒരാൾ ഹാർഷായിട്ടുള്ള ഒരു ക്ലെൻസർ അമിതമായിട്ട് ഉപയോഗിക്കുകയാണ്.
അല്ലെങ്കിൽ ഓവറായിട്ട് എക്സ്ഫോളിയേഷൻ ഒക്കെ ചെയ്യുകയാണ്. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്കിന്നിലുള്ള ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും വാട്ടറിൻ്റെ ലോസ് കൂടാം. ഓക്കെ, അപ്പം സ്കിന്നിൻ്റെ പുറത്ത് ചിലപ്പോൾ ഓയിൽ ഉണ്ടാവാം, പക്ഷെ അതേസമയം തന്നെ ടൈറ്റായിട്ട് ഫീൽ ചെയ്യും, ഡള്ളായിട്ട് തോന്നാം, അല്ലെങ്കിൽ അൺകംഫർട്ടബിൾ ആയിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നതായിട്ട് തോന്നാം. അതായത് ഓയിലി ബട്ട് ഡീഹൈഡ്രേറ്റഡ് സ്കിൻ. അതുകൊണ്ട് ഓയിലും വാട്ടറും രണ്ടും ഒരേ കാര്യമല്ല എന്നുള്ളത് മനസ്സിലാക്കണം. സ്കിൻ ടൈപ്പ് പറയുന്നത് എപ്പോഴും നിങ്ങളുടെ സ്കിന്ന് സാധാരണയായിട്ട് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു. സ്കിൻ കണ്ടീഷൻ എന്ന് പറയണത് ഇപ്പം നിങ്ങളുടെ സ്കിന്നിൻ്റെ എന്താണ് നിങ്ങളുടെ സ്കിന്നിന് അനുഭവിക്കുന്നത്, ഇപ്പം നിങ്ങളുടെ സ്കിന്നിൻ്റെ കണ്ടീഷൻ എന്താണ്. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങളും മനസ്സിലാക്കിയാൽ മാത്രമാണ് നിങ്ങളുടെ സ്കിന്നിന് കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്കിൻ കെയർ പ്രോഡക്ട്സ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി ഇവിടെ ഒരു പ്രധാന കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ സ്കിൻ ടൈപ്പൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഒക്കെ ചൂസ് ചെയ്തു. പക്ഷേ അതുകൊണ്ട് ആ ഒരു പ്രൊഡക്ട്സ് എല്ലാ സാഹചര്യത്തിലും എല്ലാ സമയത്തും ഒരുപോലെ സൂട്ടബിൾ ആയിരിക്കില്ല. ഞാൻ പറഞ്ഞു, നമ്മുടെ സ്കിൻ കണ്ടീഷൻസ് ഓരോ സമയങ്ങളിലും ഒരേപോലെ ആയിരിക്കും. സ്കിൻ കണ്ടീഷൻസ് മാറാം. അതായത് നമ്മൾ പറഞ്ഞു, ചിലപ്പോൾ റെഡ്നെസ് വരാം, ചിലപ്പോൾ ആക്നീസ് ഒക്കെ വരാം, അങ്ങനെ അത് മാറിക്കൊണ്ടിരിക്കാം. അല്ലെങ്കിൽ സ്കിന്ന് ചിലപ്പോൾ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടൊക്കെ ഫീൽ ചെയ്യാം ചില സമയത്ത്. അങ്ങനെയുള്ളൊരു സമയത്ത് നമ്മൾ സാധാരണ നോർമലായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന, നന്നായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രൊഡക്റ്റ് ആ ഒരു ടൈമിൽ ചിലപ്പം സ്കിന്നിന് ഭയങ്കരമായിട്ട് ഹാർഷായിട്ടുള്ള ഫീല് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പം ചെറിയ റെഡ്നെസ് ഒക്കെ ഉണ്ടായിരുന്നു ചിലപ്പോൾ കുറച്ചും കൂടെ അത് വേഴ്സായിട്ട് മാറാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം ഇപ്പോൾ പ്രത്യേകിച്ച് സ്ട്രോങ് ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഒക്കെയുള്ള പ്രൊഡക്ട്സ് ആണെങ്കിൽ, നമ്മൾ നയാസിനമൈഡ് അല്ലെങ്കിൽ അങ്ങനെ കുറേ അങ്ങനത്തെ ആക്റ്റീവ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു സമയത്താണെങ്കിൽ അത് ഹാർഷായിട്ട് മാറാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ആ പ്രൊഡക്റ്റ് മോശമാണെന്നോ അല്ലെങ്കിൽ നിങ്ങൾ തെറ്റായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ചൂസ് ചെയ്തു എന്നോ ഒന്നും അല്ല അതിൻ്റെ അർത്ഥം. ആ സമയത്ത് നിങ്ങളുടെ സ്കിന്നിൻ്റെ കണ്ടീഷന് വേറൊരു കെയർ ആയിരുന്നു ആവശ്യമുണ്ടായിരുന്നത്. അപ്പം നിങ്ങൾ യൂഷ്വലി ചെയ്തുകൊണ്ടിരുന്ന ആ കാര്യമല്ല അപ്പം നിങ്ങളുടെ സ്കിന്നിന് വേണ്ടത്. അതുകൊണ്ടാണ് ചില സമയത്ത് വർക്കാവാതെ പോകണതും, നമ്മുടെ സ്കിന്നിൻ്റെ നിലയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറിയോ, ഞാൻ ചൂസ് ചെയ്ത് തെറ്റിപ്പോയി, പിന്നെയും നിങ്ങൾ പ്രൊഡക്ട്സ് ഒക്കെ മാറ്റുന്നു, അതുപോലെ വീഡിയോസൊക്കെ കാണാൻ തുടങ്ങുന്നു, അങ്ങനെ ഏതെങ്കിലും ഒരു ബ്യൂട്ടി വ്ളോഗറൊക്കെ പറഞ്ഞതനുസരിച്ച് പിന്നെയും നിങ്ങൾ മാറ്റി മേടിക്കുന്നു സാധനങ്ങൾ, അത് അപ്ലൈ ചെയ്യുന്നു, അങ്ങനെ പിന്നെയും കണ്ടീഷൻ ഇങ്ങനെ വേഴ്സൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യമുള്ളൂ, ആ ഒരു ടൈമിൽ നിങ്ങളുടെ സ്കിന്നിൻ്റെ കണ്ടീഷന് ആവശ്യമുള്ള കെയർ അതല്ല, വേറൊരു കെയറാണ്. കണ്ടീഷൻ ഇമ്പ്രൂവ് ആയതിനു ശേഷം മാത്രം നിങ്ങളുടെ പഴയ റൊട്ടീനിലേക്ക് വീണ്ടും പോവുക, പഴയ രീതിയിലേക്ക്. അപ്പം പിന്നെയും മാറാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്കിൻ കെയറിൽ പ്രൊഡക്ട്സ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മുഴുവനായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുക എന്നുള്ളതല്ല. ഓക്കെ, നിങ്ങളുടെ സ്കിന്ന് എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കുക, അത് നോക്കുക, ശ്രദ്ധിക്കുക. ആവശ്യമുള്ളപ്പോൾ റൊട്ടീനിൽ ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തേണ്ടി വരും. അത് കുറച്ച് നാളത്തേക്ക് ചിലപ്പോൾ വേണ്ടി വരുള്ളൂ. ഇനി ഒരു സംശയം ചിലപ്പോൾ പലർക്കും വരാം, ഈ സ്കിൻ കണ്ടീഷൻ മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ സ്കിൻ കെയർ പ്രൊഡക്ട്സ് എപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കണമെന്ന്. കാരണം ഇടയ്ക്ക് ആക്നീസ് ഒക്കെ വരാം, അങ്ങനെയൊക്കെ വരുമല്ലോ. അപ്പോൾ ഒക്കെ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കാൻ പറ്റുമോ? അങ്ങനെയല്ല. നിങ്ങളുടെ സ്കിൻ ടൈപ്പാണ് നിങ്ങളുടെ സ്കിൻ കെയറിൻ്റെ ഒരു ബേസ് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ മുകളിലാണ് ആ സമയത്ത് സ്കിന്നിന് എന്താണ് ആവശ്യമുള്ളതനുസരിച്ചിട്ട് നമ്മൾ ചേഞ്ചസ് വരുത്തേണ്ടത്. ഉദാഹരണത്തിന് ഇപ്പോൾ ഓയിലി സ്കിന്നാണെന്ന് വിചാരിക്കാം നിങ്ങൾക്ക്. ഒരു സമയത്ത് നിങ്ങളുടെ സ്കിന്ന് പെട്ടെന്ന് ഡീഹൈഡ്രേറ്റഡ് ആയിപ്പോയി. അപ്പോൾ ഡീഹൈഡ്രേഷൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു ഹൈഡ്രേറ്റിംഗ് പ്രോഡക്റ്റ് ആഡ് ചെയ്യേണ്ടി വന്നേക്കാം. പക്ഷേ ഡീഹൈഡ്രേഷൻ മാറിയതിന് ശേഷം ആ എക്സ്ട്രാ സപ്പോർട്ട് എല്ലായ്പ്പോഴും ആവശ്യമാവണമെന്നില്ല. അതുപോലെ ആക്നെ, റെഡ്നെസ്, ഇറിറ്റേഷൻ ഇതുപോലെയുള്ള കണ്ടീഷൻസ് ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ആ പ്രൊഡക്ട്സ് നമ്മൾ പിന്നെയും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, പിന്നീട് റീഅസസ് ചെയ്യാം. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ സ്കിൻ കെയർ എന്ന് പറയുന്നത് ഒരിക്കൽ പ്രൊഡക്ട്സ് വാങ്ങിയിട്ട് വർഷങ്ങളോളം അതേ റൊട്ടീൻ തന്നെ ഫോളോ ചെയ്യുന്നതല്ല. അതുപോലെ എല്ലാ ചെറിയ മാറ്റത്തിനും റൊട്ടീൻ മുഴുവനായിട്ട് മാറ്റുന്നതുമല്ല. ഓക്കെ, സോ നിങ്ങളുടെ സ്കിൻ എന്താ പറയണതെന്ന് വെച്ചാൽ അത് കേൾക്കുക. അതിനാവശ്യമായിട്ടുള്ള സമയത്ത് ആവശ്യമായിട്ടുള്ള ചില മാറ്റങ്ങളൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ സ്കിൻ കെയർ നമുക്ക് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് എന്താണെന്ന് ശരിയായിട്ട് അറിയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതിനുശേഷം ആവശ്യമുള്ളപ്പോൾ സ്കിൻ കണ്ടീഷൻ അനുസരിച്ച് റൊട്ടീൻസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. മനസ്സിലായെന്ന് വിചാരിക്കണു. അപ്പോൾ ഇനി നമുക്ക് വീട്ടിൽ തന്നെ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാന്നുള്ളത് നോക്കാം.